പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വചനം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു. നീ പാർക്കുന്ന ദേശത്ത് നീ മൂലം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. നീ പാർക്കുന്ന ദേശം നീ മൂലം അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമിന് കൊടുത്ത വളരെ നല്ല ഒരു അനുഗ്രഹമാണ് പിതാവായ ദൈവം നൽകിയത്. അവിടുന്ന് അബ്രഹാമിനോട് പറയുകയാണ്, നീ വസിക്കുന്ന ദേശം നീ മൂലം അനുഗ്രഹീതമാകും. അതെ, സോദോം ഗോമോറ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനായി വളർത്തുമെന്നും അവന് അനവധിയായ നന്മകളും അവനായിരിക്കുന്ന ദേശം മുഴുവനായി വിട്ടുകൊടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അവനുമായി ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഞാൻ സോദോം ഗോമോറ ദേശം നശിപ്പിക്കാൻ പോവുകയാണെന്നത് എന്തിനു മറച്ചുവെക്കണം എന്നാണ് ദൈവം ചിന്തിക്കുന്നത്. അങ്ങനെ അബ്രഹാമും ദൈവവുമായി നടന്നു നീങ്ങവേ ദൈവം ഈ യാഥാർത്ഥ്യം അബ്രഹാമിനോട് പറഞ്ഞു. സോദോം ഗോമോറ ദേശത്തെക്കുറിച്ചുള്ള വിലാപം എന്റെ മുമ്പിൽ വളരെ തീക്ഷ്ണമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അബ്രഹാം ഒരു നിമിഷം നിന്നു. അബ്രഹാം ചോദിച്ചു, കർത്താവെ, അങ്ങയോട് ചോദിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അവിടെ ഒരു 50 പേർ നല്ല മനുഷ്യരുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല. അപ്പോ അബ്രഹാമിനറിയാം അവിടെ 50 പേരില്ല എന്ന്. അപ്പൊ ആൾ കുറച്ചു, 45, 30, 20. അപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു, ഞാൻ നശിപ്പിക്കില്ല. അവസാനം 10-ലെത്തി. അപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ നശിപ്പിക്കില്ല. അപ്പോ അബ്രഹാമിന് മനസ്സിലായി അവിടുന്ന് 10 കിട്ടാനില്ല. അബ്രഹാം മടങ്ങിപ്പോയി. ദൈവത്തിന്റെ വഴിക്കും പോയി. വൈകുന്നേരമായപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വന്നു. ലോത്തിനോടുകൂടെ ആ രാജ്യത്തേക്ക് കടന്നു വന്ന യൂതന്മാരെ ലോത്ത് അവരെ സ്വീകരിച്ച് അവർക്ക് ആതിഥ്യം കൊടുത്ത് അവരെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു. സന്ധ്യയായപ്പോൾ ആ ദേശക്കാർ ആ വീട് വളഞ്ഞു ലോത്തിനെ ഉപദ്രവിക്കാൻ വന്നു. അവരവരുടേതായ തനി സ്വഭാവം ലോത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു. ലോത്ത് അവരുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു. 2 കന്യകമാരായ പെൺകുട്ടികൾ എനിക്കുണ്ട്. നിങ്ങൾ അവരുമായി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തുകൊള്ളുക. ഇതെന്റെ അതിഥികളാണ്, അതും പുരുഷന്മാരാണ്. നിങ്ങൾ ഈ മ്ലേച്ഛത പ്രവർത്തിക്കല്ലേ എന്നെല്ലാം ലോത്ത് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞു ചോദിച്ചു. അവർ ആ ദേശനിവാസികൾ അംഗീകരിച്ചില്ല. അവസാനം ആ ദൂതന്മാർ പുറത്തു വന്ന് ഇവരെ പിടിച്ച് അകത്തിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തി പറഞ്ഞുവിട്ടു. പുലരാറായപ്പോൾ ലോത്തിനെ വിളിച്ചവർ പറഞ്ഞു, നീ നിന്റെ ഭാര്യയെയും പെൺമക്കളെയും കൂട്ടി വേറെ ആരെയും വിളിക്കാണെങ്കിൽ അവരെയും കൂട്ടി ഇന്ന് നാട് വിട്ടു പൊക്കോ.
ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അബ്രഹാത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ഒരു 50 പേർ, ഒരു 45 പേർ, 40, ഒരു 30, ഒരു 20, അവസാനം അബ്രഹാം ചോദിക്കുകയാണ്, ഒരു 10. അതെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ദേശം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ മുമ്പിൽ അബ്രഹാം മാധ്യസ്ഥം പിടിക്കുകയാണ്. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കല്ലേ എന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. അതാണ് കർത്താവ് അബ്രഹാമിന് കൊടുത്ത നീ മൂലം ഈ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത്. ആ അബ്രഹാത്തിന് കിട്ടിയ വരം, ആ ലഭിച്ച അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് ഉറക്കെ പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിൽ ഭാഗഭാക്കാകുമ്പോഴും വൈദികൻ വശം ക്രിസ്തു തന്റെ സമാധാനം നമ്മൾക്ക് ഏവർക്കും നൽകുന്നുണ്ട്. ഞാൻ വസിക്കുന്ന ദേശത്ത് സമാധാനമുണ്ടെങ്കിലാണ് എൻ്റെ ജീവിതം അവിടെ അനുഗ്രഹപൂർണമാകുക. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ നിന്നും വാങ്ങുന്ന സമാധാനം എൻ്റെ ദേശത്തേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെ, ദേവാലയത്തിൽ നിന്നും കുർബാന മധ്യേ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ കൈവെപ്പ് വഴി കിട്ടിയ പുരോഹിതൻ ആ ക്രിസ്തുവിന്റെ സമാധാനം പകർന്നു തരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ദൈവമേ, അർഹതയുണ്ടായതല്ല ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത്. എന്റെ അർഹത വെച്ച് നോക്കുമ്പോൾ ഈ സമാധാനം സ്വീകരിക്കുവാൻ ഞാൻ തീർത്തും അയോഗ്യനാണ്. ആയതിനാൽ നീ എനിക്ക് തന്ന സമാധാനം എന്നോടും എന്റെ ഭവനത്തിലും ആയിരിക്കുന്നതോടൊപ്പം എന്റെ ദേശത്തും കൂടി ആയിരിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നേറ്റു പറയണം. കാരണം നിന്റെ ദേശം സമാധാനത്തിലാണ് പോകുന്നതെങ്കിൽ മാത്രമേ നിനക്ക് അവിടെ സമാധാനം കൈവരിക്കാനാവൂ. നിന്റെ ദേശം ഒള്ളിവയ്പും കൂട്ടക്കൊലയും കൂട്ടിക്കൊടുപ്പും പരസംഗവും മ്ലേച്ഛതയും പടർന്നു പന്തലിക്കുകയാണെങ്കിൽ നിന്റെ സമാധാനവും നഷ്ടമാകും. ആയതിനാൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു 10 മനുഷ്യർ നല്ലതുണ്ടെങ്കിൽ ദൈവം പറയാണ്, ഞാൻ അവിടെ നശിപ്പിക്കില്ല. ഞാനായിരിക്കുന്ന ഈ ദേശത്ത് 1300ഓളം ക്രിസ്തീയ കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്ത് ഒരു 3 ആളെ വെച്ച് കഴിഞ്ഞാൽ 5000, ഒരു 4 ആളെ വെച്ച് കണക്കൂട്ടിയാൽ 5200 ക്രിസ്ത്യാനികളുണ്ട്. ഈ 5200 ക്രിസ്ത്യാനികളിൽ 10 പേർ, ഞാനടക്കം 10 പേർ നല്ലവരാണെങ്കിൽ, ഈ സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് നീ എനിക്ക് തന്ന സമാധാനം എന്റെ ദേശത്ത് നാനാമതസ്ഥരായ കുടുംബങ്ങളിലേക്കും പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതെ, ക്രിസ്തുവിന്റെ രക്തം വഴി വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഇന്ന് ഭൂമിയിൽ ഉള്ളത്. ഇനി വരാനിരിക്കുന്നവരെയും അവിടുന്ന് മുൻകൂട്ടി രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 10 പേർ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് തന്ന സമാധാനം
ഞങ്ങളുടെ ദേശത്ത് സമൃദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കും. കാരണം ക്രിസ്തുനാഥൻ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നോ രണ്ടോ പേർ ചേർന്ന് എന്തു ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ രണ്ടുപേർ എന്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും എന്റെ പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ 10 പേർ ചേർന്ന് ചോദിച്ചാലോ നിർബന്ധമായും കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഈ ഉറപ്പ് എവിടുന്ന് കിട്ടണം? വിശ്വാസം വഴി കിട്ടണം. അപ്പോൾ നീ വസിക്കുന്ന ദേശത്ത് നീ ഒരു അനുഗ്രഹ പാത്രമായി മാറും. നിന്റെ ദേശം നീ വഴി അനുഗ്രഹിക്കപ്പെടും. നിനക്ക് നിന്റെ ദേശത്ത് സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും കൈവരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ദൈവം തന്ന സമാധാനം ഞാൻ അവന് കൊടുത്താൽ നഷ്ടമായി പോയില്ലേ? എനിക്ക് ദൈവം തന്ന സമാധാനം ഞാൻ അതെങ്ങനെ അവന് കൊടുക്കും? അവന്റെ വീട് സമാധാനമില്ലാത്തതാകണം എന്ന് പ്രാർത്ഥിക്കാനാണ് തമ്പുരാനെ ഞാൻ ഈ ദേവാലയത്തിൽ വന്നത്. ഞാൻ എങ്ങനെ നീ എനിക്ക് തന്ന ഈ വിലയേറിയ സമാധാനം മറ്റുള്ളവർക്കുമായി പങ്കുവെക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? എന്റെ സഹോദരൻ നന്നായി ജീവിക്കുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത യാഥാർത്ഥ്യമാണ്. എന്റെ അയൽപ്പക്കം സമാധാനത്തിൽ കഴിയുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളുവാനാകാത്ത യാഥാർത്ഥ്യമാണ്. ആരും ആരുടെ മുമ്പിലും യാഥാർത്ഥ്യം തുറന്നു പറയില്ല. കാരണം വളരെ വിശാലമായി പുഞ്ചിരിക്കാനാകുന്ന 2 അധരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ അധരത്തിന് തൊട്ടുപുറകെ ജയിലറ പോലത്തെ ഒരു വായയുണ്ട്. പുഞ്ചിരിച്ച് സഹോദരനെ അഭിവാദം ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നാം ആ ഇരുമ്പ് അറകൾ അടച്ച് അമർത്തും. യാഥാർത്ഥ്യമാണ്, അതിശയോക്തി പറയുന്നതല്ല. സ്വയം ചിന്തിച്ചാൽ മതി. അപൂർവം 1-2 ആള് തൊട്ടയൽവാസിന് വെറുക്കില്ലായിരിക്കാം. പക്ഷേ 99.9 വെറുക്കുന്നവരാണ്. അപരന്റെ നന്മ കണ്ടാൽ അസൂയ ഉണരും. അപരൻ സന്തോഷമായി ചിരിക്കുന്നത് കണ്ടാൽ അന്വേഷണമായി. പിന്നീണ്ടോ സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ? ആദ്യമൊക്കെ സമാധാനം ദേവാലയത്തിൽ കിട്ടുമ്പോൾ വൈദികന്റെ കയ്യിൽ നിന്നും ശുശ്രൂഷി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മൾ നമ്മുടെ ഇടതുമലത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. പള്ളിയകത്ത് വരുന്നവർക്കൊക്കെ കിട്ടും. ഇന്നിപ്പോ അത് രോഗങ്ങളെ ഭയന്ന് കർത്താവിനേക്കാളേറെ നമ്മൾ രോഗത്തെ ഭയക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ നാം സ്പർശനം നിർത്തി മുഖത്തേക്ക് നോക്കില്ല. അവന്റെ മുഖത്ത് നോക്കിയാൽ അവനിൽ നിന്ന് രോഗം എനിക്ക് വരും. അതുകൊണ്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കില്ല. ഇപ്പൊ ഇങ്ങനെയായി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കലായി. സമാധാനം കഴിഞ്ഞു. വിശ്വാസം വേണം. ഞാൻ എന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ആരോമലായ മകനാണെന്ന ബോധ്യം ഉള്ളിൽ നിറയണം. എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ്
തെരഞ്ഞെടുത്തവൻ എന്റെ കർത്താവാണെന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാവണം. മനുഷ്യകുലത്തിന് ഏദൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ച ഒരു നല്ല നിധിയുണ്ട്. ആ നിധി ഇങ്ങനെയാണ്: നീ പൂഴിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ പൂഴിയിലേക്ക് തന്നെ മടങ്ങും. അതൊരു യാഥാർത്ഥ്യമാണ്. ജനിച്ച മനുഷ്യരെല്ലാവരും മരിക്കണം. മരിച്ച് അഴിയണം. ഗോതമ്പ് മണി പോലെ അഴിഞ്ഞാൽ മാത്രമേ പുനരുത്ഥാനം വരുന്നുള്ളൂ. ഒരു ഗോതമ്പ് മണി മണ്ണിലിട്ടാൽ അത് മണ്ണിൽ കിടന്ന് കിളർത്ത് അഴിയും. അഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയൊരു നാമ്പുണരും. ഇട്ട ഗോതമ്പ് മണിയല്ല പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്നൊരു ചെടിയാണ്. രണ്ടിതളായി ഒരു ചെടി ഉയർന്നു വരുന്നു. അതിന് വെള്ളവും വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അത് 100 മേനിയായി 100 മണി ഗോതമ്പായി രൂപാന്തരപ്പെടുന്നു. അത് അഴിയണം. അത് നാം കൊടുക്കണം. ഈ ലഭിച്ച സമാധാനം പങ്കുവയ്ക്കപ്പെടുമ്പോൾ എന്ത് നിങ്ങൾ പങ്കുവച്ചാലും അത് ഇരട്ടിയാവും. കാരണം ഞാൻ കൈപ്പറ്റുന്നതിനേക്കാൾ ഉപരിയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയണം. ക്രിസ്തുദേവൻ 5 അപ്പമെടുത്തു, പിതാവിന് സമർപ്പിച്ചു, പങ്കുവച്ചു. അവിടെ ഇരുത്തിയ പന്തിയിലിരുത്തിയവരെല്ലാവരെയും വയറു നിറയെ ഭക്ഷിക്കാൻ കൊടുത്തു. എന്നിട്ടും ബാക്കി വന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ആ കൊടുത്ത 5 അപ്പം പിതാവ് സ്വീകരിച്ചു. മുറിക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. മുറിക്കപ്പെടണം. മുറിക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നീ കൊടുക്കും തോറും നിനക്കത് ഏറിക്കൊണ്ടിരിക്കും. നിനക്ക് ലഭിച്ച സമാധാനം നിന്റെ അയൽപ്പക്കത്തുകാരന് കൊടുക്കുമ്പോൾ നിന്റെ സമാധാനം ഇരട്ടിയാവുകയാണ്. നിന്റെ മനസ്സിന് ശാന്തി ലഭിക്കുകയാണ്. നീ നിന്റെ ദേശത്തെ അനുഗ്രഹമായി മാറുകയാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകളുണ്ട്. അയൽപ്പക്കക്കാർ ദ്രോഹിച്ചു, അവൻ എന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ദ്രോഹിച്ചു, അവനെ തേജോവധം ചെയ്തു, എന്നെ നശിപ്പിക്കാൻ കേസ് കൊടുത്തു, അവൻ എന്റെ പേരിൽ ഉപദ്രവങ്ങൾ ചെയ്തു. നമ്മൾക്ക് പരാതികളേറെയുണ്ട്. നമ്മുടെ പരാതികളെല്ലാം ആ തിരുവത്താഴ മേശയമേൽ ഒരു പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. ആ പരാതിപ്പെട്ടിയിലേക്ക് അങ്ങോട്ട് കൊണ്ടിട്ടോളണം. എന്നിട്ട് പറയണം, ഈ പരാതികളെല്ലാം എനിക്കെതിരെ എന്റെ സഹോദരന്മാർ ചെയ്തതാണ്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. നിന്റെ വചനം എന്റെ ഹൃദയത്തിലുണ്ട്. പ്രതികാരം എന്റേതാണ്. എനിക്ക് വിട്ടുതരിക. ഞാൻ പ്രതികാരം ചെയ്യും. അതിനാൽ ഇതാ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എത്ര സമാധാനമായി! എന്നേക്കാളും വലിയവനെ, തോൽപ്പിക്കാനാകാത്തവനെ കുറിച്ച് എനിക്കൊരു പരാതിയുണ്ടെങ്കിൽ ഞാനത് ദൈവത്തിന് കൊടുക്കല്ലേ നല്ലത്. അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ എങ്ങനെ കടം വിട്ടു? അവൻ അടിച്ചാൽ ഞാൻ കൊള്ളും, തിരിച്ചു തല്ലാനാവില്ല. എത്രയോ നല്ല കാര്യമാണ് തമ്പുരാൻ പറഞ്ഞത്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിന്നെ തക്ക സമയത്ത് സംരക്ഷിക്കും.
പ്രിയരെ, അതുകൊണ്ട് നമ്മൾക്ക് നാം കിട്ടുന്ന ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം നമ്മുടെ അയൽപ്പക്കങ്ങളുമായി പങ്കുവയ്ക്കാം. നാം 10 പേർ ഈ പങ്കുവയ്പ് തുടർന്നാൽ നമ്മുടെ ദേശം അഭിവൃദ്ധി പ്രാപിക്കും. നമ്മുടെ ദേശത്ത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മുടെ ദേശത്തെ ദൈവം കണ്ണിലുണ്ണിയായി സൂക്ഷിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നാം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി. ഞാൻ വഴി എന്റെ സഹോദരൻ രക്ഷിക്കപ്പെടേണ്ട എന്ന് മാത്രം ചിന്തിക്കാതിരുന്നാൽ മതി. ദൈവം അനുഗ്രഹിക്കുന്നവൻ ആരാണോ അവന്റെ കൂടെ ചേരുക. കാരണം അവന് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ ഒരു അംശം നിനക്കും കിട്ടും. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലുറപ്പിക്കാം. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ദൈവമേ, എന്നെ വേദനിപ്പിച്ചവരെ ഞാനിതാ ഈ തിരുവത്താഴ മേശമേൽ വെച്ചു തരുന്നു. എന്നെ പീഡിപ്പിച്ചവരെ ഞാനിതാ ഈ തിരുവത്താഴ മേശമേൽ വെച്ചു തരുന്നു. എന്നെ സ്നേഹിച്ചവരെ ഞാനിതാ ഈ തിരുവത്താഴ മേശയിൽ വെച്ചു തരുന്നു. എന്റെ ഗുരുഭൂതന്മാരെ, എന്റെ വന്യവൈദികരെ, എന്റെ സന്യാസിനി സന്യസ്തരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ മാതാപിതാക്കളെ, എന്റെ അയൽപ്പക്കക്കാരെ, കർത്താവെ, അവരെ സഹായിക്കാൻ ഞാൻ തീർത്തും അവശനാണ്. പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, നീ എന്റെ പ്രാർത്ഥനയ്ക്ക് കാതോർത്തിരിക്കുന്നവനാണ്. നീ എന്റെ കണ്ണീരൊപ്പുന്നവനാണ്. നീ എന്റെ വേദനകൾ ഏറ്റെടുക്കുന്നവനാണ്. ഈ ബോധ്യത്തിൽ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ എന്റെ ദേശത്തെ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ മകന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാനാ മതസ്ഥരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ദേശം നിന്റെ സമാധാനത്തിൽ എപ്പോഴും സംരക്ഷിക്കപ്പെടുവാൻ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അപ്പോൾ ആ ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറും. നാം അപ്പോൾ നാം വസിക്കുന്ന കുടുംബത്തിന് അനുഗ്രഹമായി മാറും. നമ്മുടെ ഭവനത്തിൽ മക്കൾ അനുഗ്രഹമായി മാറും. ആയതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനികളായി ശ്രമിക്കുന്നവരെല്ലാവരും ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിക്കുക. സമാധാനം ദൈവം കനിഞ്ഞു തരുമ്പോൾ അത് തൊട്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്കും കൂടി പകർന്നു കൊടുക്കുക. അവരും അനുഭവിച്ചോട്ടെ. ചിലപ്പോൾ സമാധാനം കിട്ടുന്ന നേരത്ത് അവർ ഈ ഭൂമിയിലായിരിക്കില്ല, മറ്റു പല വിചാരത്തിലായിരിക്കും. അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചങ്ങ് കൊടുത്തേക്കണം. ഇതാ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. എന്തൊരാശ്വാസമായിരിക്കും. ചിലപ്പോൾ ജീവിത വ്യഗ്രത കൊണ്ട് ആകുലപ്പെട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് നിൽക്കുന്ന നേരത്തായിരിക്കും, സഹോദര, നീ നിന്റെ സമാധാനം, നിനക്ക് കിട്ടിയ സമാധാനം അവനിൽ വെച്ച് നീട്ടുന്നത്. അത് അവന്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും. ഈ യാഥാർത്ഥ്യം നീ ഉൾക്കൊള്ളണം. ഇത് എന്റെ
ഞാൻ പറയുന്ന വസ്തുതയല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. ആയതിനാൽ നമുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനത്തിലെത്താം. എനിക്ക് ലഭിക്കുന്ന സമാധാനം ഞാൻ എൻ്റെ ദേശത്തും എൻ്റെ നാടിനും എൻ്റെ വീടിനും എൻ്റെ അയൽപ്പക്കങ്ങൾക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും പങ്കുവെക്കുമെന്ന്. അങ്ങനെ ഞാൻ ആ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുമെന്ന് പ്രതിജ്ഞയെടുക്കാം. പിതാവായ ദൈവത്തിന് സ്തുതിയും പുത്രനായ ദൈവത്തിന് ആരാധനയും പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.